യാക്കോബിന്റെ മനസ്സിൽ കിടന്ന ഒന്നാമത്തെ വിഷയമെന്ന് പറയുന്നത്, യാക്കോബ് എന്തിന് തന്റെ ദൂതന്മാരെ അയച്ചുവെന്നറിയാമോ? യാക്കോബിനറിയ താനും തന്റെ സഹോദരന്മാർക്കുന്ന ബന്ധത്തിൽ ഒരു റിക്കൺസിലിയേഷനുമില്ല, ഒരു നിരപ്പമില്ല. കഴിഞ്ഞ നാളുകളിൽ അപ്പനെ ചതിച്ചെടുത്ത അനുഗ്രഹങ്ങൾ, സഹോദരനെ ചതിച്ചെടുത്ത അനുഗ്രഹങ്ങൾ, ഒരു പക്ഷെ ഇതൊക്കെ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധമായിട്ട് കിടക്കുക. നല്ല മനുഷ്യര്, നന്നായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവര് തെറ്റ് ചെയ്യത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. അവർ തെറ്റ് ചെയ്താൽ ആ കുറ്റബോധം അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. തെറ്റ് ചെയ്തിട്ട് കുറ്റബോധമില്ല എങ്കിൽ ശ്രദ്ധിച്ചോണം, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു എന്നുള്ളതിന്റെ സ്പഷ്ടമാർഗ തെളിവാണ് അത്. ഈവൻ ഒരു കള്ളം പറയുമ്പോഴും, ഒരു കള്ളം പറഞ്ഞുവെന്നുള്ളതായിരിക്കുന്ന ഒരു കുറ്റബോധം ഉള്ളിൽ കടന്നു വരുന്നുവെങ്കിൽ ദൈവ പൈതലെ സന്തോഷിക്കുക. മറ്റൊന്നും കൊണ്ടല്ല, ദൈവത്തിന്റെ നല്ല ആത്മാവ് എന്നിലും നിങ്ങൾ വസിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുവാൻ സാധിക്കും. ഇതൊക്കെ ഉണ്ടെങ്കിലും യാക്കോബ് ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ ഏശാവിന്റെ അടുക്കിലേക്ക് അല്ലെങ്കിൽ എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നത് എൻ്റെ സ്വന്തം ചിന്തപ്രകാരമല്ല, ദൈവിക ആലോചനയാ. യാക്കോബ് ലാബാനോട് ഇപ്രകാരം പറഞ്ഞു, സ്വർഗ്ഗസ്ഥനായിരിക്കും ദൈവം എന്നോട് സംസാരിച്ചു, നീ തിരിച്ച് നിന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുക.